പണ്ട് കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലത്ത് വയനാടിന് വേണ്ടി ഒരു പാക്കേജ് പ്രഖ്യാപിച്ചു. എവിടെയാ പാക്കേജ്? തോമസ് ഐസക്കിന്റെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ആ വയനാട് പാക്കേജ് വെറും കടലാസിൽ മാത്രമാണ്. 7000 കോടി രൂപയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത്. ഒരു പ്രയോജനം ഉണ്ടായില്ല. കുരുമുളക് കർഷകർ ആശങ്കയിൽ. അതോടൊപ്പം തന്നെ മുഴുവൻ കർഷകരും പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാണ്. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോൾ ആ പ്രജീഷിന്റെ വീട് സന്ദർശിക്കാൻ വന്നതാണ്. അവിടുത്തെ കർഷകർ പറഞ്ഞു, മൈലുകൾ കൂട്ടത്തോടെ ഇറങ്ങി കതിര് മാത്രം കൊണ്ടുപോവുകയാണ്. അവരെന്നെ കൊണ്ടുവന്ന പാടശേഖരം മുഴുവൻ കാണിച്ചു. എങ്ങനെ കർഷകൻ ജീവിക്കണം? ഒന്നിനും വിലയില്ല. ഇഞ്ചിക്ക് മൈസൂരിൽ പോയി കൃഷി ചെയ്ത കർഷകർക്ക് മാത്രമാണ് ഇഞ്ചിക്ക് അല്പം വിലയുള്ളത്. ഒരു കാർഷിക ഉൽപ്പന്നത്തിനും വിലയില്ലാതെ നട്ടം തിരിയുന്ന കർഷകർക്ക് ഇപ്പോൾ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഈ വന്യജീവികൾ ഇറങ്ങി ആളുകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. വാസ്തവത്തിൽ ആ വീട്ടിൽ ചെന്നപ്പോൾ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദുഃഖം മനസാക്ഷിയുള്ള ഒരാൾക്ക് പോലും കണ്ടു നിൽക്കാൻ കഴിയാത്തതാണ്. വളരെ ദുഃഖകരമായ അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്, നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇനിയും അതിശക്തമായ പ്രക്ഷോഭം ജനങ്ങൾ സ്വയം ഇറങ്ങി ഈ നാട്ടിൽ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി സന്ദർശിക്കുന്നില്ല? അദ്ദേഹം നാടൊട്ടുക്ക് നടന്ന് മുഖാമുഖം നടത്തുകയല്ലേ? വയനാട്ടിലെ കർഷകരോട് മുഖാമുഖം നടത്താൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി വരുന്നില്ല? അപ്പൊ ജനങ്ങളോടും കർഷകരോടും ഒരു താല്പര്യവുമില്ലാത്തൊരു ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത്. കർണാടക ഗവൺമെന്റുമായി സംസാരിക്കണം. അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ സംസാരിക്കണം. നടപടികൾ സ്വീകരിക്കണം. ഇത് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ് ഈ ആനയും മറ്റ് വന്യജീവികളും. ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ പലരോട് സംസാരിച്ചു. ഈ ആനകൾക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും കർണാടകത്തിലെ വനാന്തരങ്ങളിൽ കിട്ടാത്തത് കൊണ്ടാണ് അവര് വെളിയിലേക്ക് ഇറങ്ങുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ, അത് ശരിയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. ഈ വന്യജീവികൾക്ക് ആവശ്യമായ സഹായങ്ങൾ കർണാടകത്തിലെ വനത്തിനുള്ളിൽ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചാൽ ഈ മൃഗങ്ങൾ ഇറങ്ങാതിരിക്കുമെന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഈ വന്യമൃഗശല്യം കാരണം ആനയുടെ ചവിട്ടേറ്റ് മരിക്കുന്ന പാവങ്ങൾക്ക് 10 ലക്ഷം രൂപ ഒന്നുമാകുന്നില്ല, കുറഞ്ഞത് 50 ലക്ഷം രൂപയെങ്കിലും ഈ കുടുംബങ്ങൾക്ക് നൽകാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ആ വീട്ടുകാർ പറയുന്നത് കേട്ടാൽ അവർ കടമുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത ഈ കാലത്ത് ആ വീടിന്റെ ഏക ആശ്രയമായ ആ ഗ്രഹനാഥൻ മരിച്ചതോടുകൂടി അവർ പൂർണ്ണമായും അനാഥമായിരിക്കുകയാണ്. സ്ട്രോക്ക് ബാധിച്ച അമ്മ, അതോടൊപ്പം തന്നെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഗ്രഹനാഥയായ ഭാര്യ, 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. അങ്ങനെ മുന്നോട്ട് ഒരു ആദിവാസി ചെറുപ്പക്കാരനെ ഞങ്ങൾ കണ്ടു. നട്ടല് ചവിട്ടി ഒടിച്ച് ആന ജീവൻ നിലനിൽക്കുന്നതിന് മാത്രമേ ഉള്ളൂ. ആ ചെറുപ്പക്കാർക്ക് ആ ഗവൺമെന്റ് 10,000 രൂപയാണ് കൊടുത്തത്. 10,000 രൂപയാണ് കൊടുത്തത്. അതാണോ കൊടുക്കേണ്ടത്? വാസ്തവത്തിൽ ആ ചെറുപ്പക്കാരന് 10 ലക്ഷം രൂപ കൊടുക്കേണ്ടതാണ്. ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് അത് പരിഹരിക്കാൻ ഗവൺമെന്റ് മുൻകൈയെടുക്കണം. ഈ നാടിന്റെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇവിടെ വരണം. മുഖ്യമന്ത്രി ജനങ്ങളുമായി ചർച്ച ചെയ്യണം. ഈ 3 മന്ത്രിമാർ വന്നിട്ട് സ്വന്തം വകുപ്പിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത ഈ 3 മന്ത്രിമാർ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ആര് വിശ്വസിക്കാനാണ് ഈ 3 മന്ത്രിമാര്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ ജനങ്ങൾ എന്നോട് പറഞ്ഞത് മെഡിക്കൽ കോളേജിനെ പറ്റിയാണ്. മാനന്തവാടി മെഡിക്കൽ കോളേജിന് ബോർഡ് മാത്രമേ ഉള്ളൂ, യാതൊന്നും അവിടെയില്ല. രോഗികളെ ചികിത്സിക്കാൻ ആളില്ല, ഡോക്ടർമാരില്ല, സൗകര്യങ്ങളില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഇങ്ങനെ കഴിയുന്ന ഈ മെഡിക്കൽ കോളേജില് ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. ഇത് അടച്ചുപൂട്ടലാണ് നല്ല. ഇതിനേക്കാൾ ആളുകൾക്ക് പ്രയോജനമില്ലാത്ത ഈ മെഡിക്കൽ കോളേജ് എങ്ങനെ മുന്നോട്ട് പോകണം?
7.5 വർഷക്കാലമായി ഒരു മെഡിക്കൽ കോളേജ് ഇവിടെ സ്ഥാപിക്കാൻ കഴിയാത്ത ഈ ഗവൺമെന്റ് നടപടിയിലും പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്ക് ഞാൻ നിർത്തുന്നു.